ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഒരു ഒബ്ജക്റ്റ് നേർരേഖ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് നേർരേഖ പാതയിലൂടെ ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് നേർരേഖ പാതയിലൂടെ അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി ലെസ് ദാൻ ആവറേജ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പിയിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. അപ്പോൾ അതിന്റെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നമുക്കൊന്ന് കാണാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആകുന്നു. അപ്പോൾ ഇവിടെ 360 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. അതിനുള്ള ടൈം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആകുന്നു. ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് വരും. ദെൻ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അങ്ങനെ വരുമ്പോൾ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ ആണ്. ദാറ്റ് ഈസ് 360 മൈനസ് 0 ബൈ 18 ബേസ് ചെയ്ത് ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇനി നമ്മൾ അടുത്തൊരു കേസ് എടുക്കുന്നത് ഈ ഒബ്ജക്റ്റ് പിയിൽ നിന്നും റിവേഴ്സ് ചെയ്യുന്ന 240 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സമയത്തുള്ള ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കാണണം. അപ്പോൾ 240 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. അങ്ങനെ വരുമ്പോൾ 360 പ്ലസ് അതിനുള്ള റിവേഴ്സ് എത്ര മീറ്റർ വന്നു? 120 മീറ്റർ വന്നു. അപ്പോൾ 120 മീറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 18 പ്ലസ് റിവേഴ്സ് വരാനുള്ള ആ ഒരു ടൈം എത്രയാണത്? 6 സെക്കൻഡ് ആണ്. അപ്പോൾ 24 എന്ന് വരും. അപ്പോൾ 480 ബൈ 24 ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് വരും. ഇനി നമുക്ക് ഇതിന്റെ ആവറേജ് വെലോസിറ്റി കാണാം. ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ ദാറ്റ് ഈസ് 240 മൈനസ് 0 ബൈ 24 ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 18 പ്ലസ് 6 ആണ്. അങ്ങനെ വരുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് വരും. ഇനി നമുക്ക് ടൈപ്പ് 2 പ്രോബ്ലം ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലെത്തി, പിന്നീട് ബിയിൽ നിന്നും എയിലേക്ക് തന്നെ വീണ്ടും വന്നു. അങ്ങനെയാകുമ്പോൾ അതിന്റെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും എങ്ങനെ കാണുമെന്ന്. ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി 0 ആണ് വരുന്നത്. കാരണം ഇനീഷ്യൽ ഫൈനൽ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആണ്. അതുകൊണ്ട് അവിടെ അത് 0 തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് കാണാനായിട്ട് 2v1 v2 ബൈ v1 പ്ലസ് v2 എന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നോക്കുമ്പോൾ 2 × 40 × 60 ബൈ 40 പ്ലസ് 60 48 കിലോമീറ്റർ പെർ അവർ വരും. ഇനി ടൈപ്പ് 3 പ്രോബ്ലത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി. അത് എയുടെയും ബിയുടെയും മിഡായിട്ട് വരുന്ന പോയിന്റാണ് ഒ. അവിടെ എയിൽ നിന്ന് ഒയിലേക്ക് പോയി, ദെൻ ഒബ്ജക്റ്റ് ഒയിൽ നിന്ന് ബിയിലേക്കും പോയി. അപ്പോൾ v1 v2 എന്ന വെലോസിറ്റി നമുക്ക് കിട്ടി, രണ്ട് വെലോസിറ്റി കിട്ടി. ഓക്കെ, ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡും കാണാനായിട്ട് നമുക്ക് ഇതേ ഫോർമുല ഉപയോഗിച്ചാൽ മതി. 2v1 v2 ബൈ v1 പ്ലസ് v2 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റിയും സ്പീഡും കണ്ടെത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ആവറേജ് വെലോസിറ്റി കാണാനുള്ള മറ്റൊരു ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് എ ടു ഒ v1 വെലോസിറ്റിയിൽ t1 ടൈം കൊണ്ട് എത്തിയിരിക്കട്ടെ. ഇവിടെ t ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് t1 ടൈം അസ്യൂം ചെയ്യാം. ദെൻ ഒ ടു ബി v2 വെലോസിറ്റിയിൽ t2 ടൈം കൊണ്ട് എത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2 ആണ്. ഇഫ് t1 ഈക്വൽ ടു t2 ഇസ് ഈക്വൽ ടു t ആണെങ്കിൽ ഇതേ കേസിൽ തന്നെ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? v1 പ്ലസ് v2 ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസുമായി റിലേറ്റ് ചെയ്ത് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2. സെക്കൻഡ് കേസിൽ v1 പ്ലസ് v2 ബൈ 2. ഓക്കെ, ടൈം ഈക്വൽ ആകുമ്പോൾ അതിൽ t ക്യാൻസലായി നമുക്ക് അവിടെ നിന്ന് ആവറേജ് വെലോസിറ്റി v1 പ്ലസ് v2 ബൈ 2 എടുക്കാം. ദെൻ നമ്മുടെ ക്വസ്റ്റിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തന്നിട്ട് അതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ അവിടെ നിന്ന് v പ്ലസ് u ബൈ 2 എടുത്താൽ മതി. ദെൻ ഇവിടെ ആവറേജ് വെലോസിറ്റി കാണാനായിട്ട് നമ്മുടെ ഇക്വേഷൻ x ഈക്വൽ ടു 3t² പ്ലസ് 2t പ്ലസ് 1 എന്ന ഫോമിലാണെങ്കിൽ അവിടെ നിന്ന് ആവറേജ് വെലോസിറ്റി x ഓഫ് t2 മൈനസ് x ഓഫ് t1 ബൈ t2 മൈനസ് t1 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി കാണാനായിട്ടുള്ള ഒരു 7 ഇക്വേഷൻസ് നോക്കാം. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഓർ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 × v1 v2 ബൈ v1 പ്ലസ് v2. ആവറേജ് വെലോസിറ്റി ഓർ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 ബൈ 2. ആവറേജ് വെലോസിറ്റി or average speed is equal to v plus u by 2. Average velocity, average speed is equal to v1 t1 plus v2 t2 by t1 plus t2. Then last equation x of t2 minus x of t1 by t2 minus t1.